രാജ്യസുരക്ഷയുടെ പേരിൽ വിസ റദ്ദാക്കലും നാടുകടത്തലും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് US. ഗ്രീൻ കാർഡ് ഉള്ളവരോടും പൗരത്വമുള്ളവരോടും രാജ്യം വിടാൻ അധികൃതർ ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇമിഗ്രേഷൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന US പൗരയായ അഭിഭാഷകർക്ക് രാജ്യം വിടാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇമെയിൽ അയച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. US-ൽ നിൽക്കേണ്ട സമയം അവസാനിച്ചെന്നും പരോൾ റദ്ദാക്കാൻ DHS തീരുമാനിച്ചുവെന്നും അറിയിപ്പ് കിട്ടിയ തീയതി മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ പരോൾ അവസാനിക്കുമെന്നുമാണ് നിക്കോൾ മിഷറാനി എന്ന അഭിഭാഷകർക്ക് ഇമെയിൽ സന്ദേശം ലഭിച്ചത്. അമേരിക്കയിൽ ജനിച്ച നിക്കോൾ പരോളിലല്ല പൗരയായാണ് രാജ്യത്ത് തുടരുന്നത്. ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇമെയിലുകൾ പലർക്കും കിട്ടിയതായി റിപ്പോർട്ടുകളുണ്ട്. US-ൽ ഇത് വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരം നാടുകടത്തലിന് സുപ്രീം കോടതി ട്രംപ് ഭരണകൂടത്തിന് അനുമതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇമെയിലുകൾ ലഭിക്കുന്നത്. ഗ്രീൻ കാർഡ്, വിസ, പൗരത്വം എന്നിവ ഉള്ളവർക്ക് പോലും ഇമെയിലുകൾ ലഭിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ഇതൊരു തട്ടിപ്പ് ഇമെയിൽ അല്ലെന്നാണ് അഭിഭാഷകയായ നിക്കോൾ വിശ്വസിക്കുന്നത്. അമേരിക്കയിൽ നാടുകടത്തൽ നടക്കുന്നു എന്നതിൻ്റെ സൂചനയായാണ് ഇതിനെ കാണുന്നതെന്ന് അവർ വ്യക്തമാക്കി. ഇതെന്നെ ശരിക്കും ഞെട്ടിച്ചു. അമേരിക്കയിൽ ജനിച്ച തനിക്ക് എങ്ങനെയാണ് പരോൾ റദ്ദാകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് ജോലിയുടെ ഭാഗമായി ഇമെയിൽ വരാറുണ്ട്. പക്ഷേ ഇത് അവരുടെ ക്ലയന്റിനെ കുറിച്ചുള്ള അറിയിപ്പല്ല ലഭിച്ചത്. വ്യക്തിപരമായ ഇമെയിലിലേക്കാണ് സന്ദേശം വന്നത്. ആർക്കു വേണ്ടിയാണോ ഈ സന്ദേശം അയക്കേണ്ടത് അവർക്ക് അയക്കാതെ എല്ലാവർക്കും അയക്കുകയാണോ എന്നും നിക്കോൾ ചോദിക്കുന്നു. DHS നിങ്ങളുടെ പരോൾ റദ്ദാക്കുകയാണ്. അമേരിക്കയിൽ ഇനി തുടരാൻ ശ്രമിക്കരുത്. ഗവൺമെന്റ് നിങ്ങളെ കണ്ടെത്തും. ഉടൻ തന്നെ അമേരിക്ക വിട്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇമെയിലിലുള്ളത്. സാധാരണയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കുടിയേറ്റക്കാർക്ക് അയക്കുന്നത് പോലെ മറുപടി നൽകാനാകാത്ത ഗവൺമെന്റ് ഇമെയിൽ ഐഡിയിൽ നിന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. സെൽഫ് ഡിപ്പോർട്ടേഷൻ ഇമെയിൽ ലഭിക്കുന്നതോടെ പലരും പരിഭ്രാന്തരാണെന്ന് നിക്കോൾ കൂട്ടിച്ചേർത്തു. മറ്റുള്ളവരുടെ കാര്യത്തിൽ തനിക്കുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ DHS ഇങ്ങനെ ഒരു ഇമെയിൽ അയക്കാൻ സാധ്യതയുണ്ടെന്നും ഇതിനു മുമ്പ് പരോൾ റദ്ദാക്കിയുള്ള അറിയിപ്പുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും പക്ഷേ ഇപ്പോഴത്തെ ഭാഷ കുറച്ചുകൂടി ഭയപ്പെടുത്തുന്നതാണെന്നും നിക്കോൾ പറഞ്ഞു. ലഭിച്ച ഇമെയിൽ സന്ദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ DHSന്റെ വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ് അവർ. ആളുകൾക്ക് തെറ്റായ സന്ദേശം ലഭിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിൽ സീനിയർ ഫെല്ലോ ആയ ആരോൺ റെയ്ക്ലിൻ മെൽനിക് പറയുന്നത്. തെറ്റ് സംഭവിച്ചു എന്ന് സമ്മതിക്കുകയും അത് തിരുത്തുകയും ചെയ്താൽ പോലും ഈ നീക്കം ആളുകളിൽ ഭയമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നും അതിനുവേണ്ടിയാണ് നിയമങ്ങളും നടപടിക്രമങ്ങളും ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനധികൃതമായി രാജ്യത്ത് തുടരുന്നവർക്ക് സെൽഫ് ഡിപ്പോർട്ടേഷന് വേണ്ടി സ്വയം റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ആപ്പ് DHS മാർച്ചിൽ പുറത്തിറക്കിയിരുന്നു. രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് ഏറ്റവും സുരക്ഷിതമായി നാടുകടത്തലിന് വിധേയമാകാനുള്ള സൗകര്യം CBP ഹോം ആപ്പ് എന്ന ഈ ആപ്പ് ഒരുക്കുന്നുണ്ടെന്ന് DHS അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. സാധാരണ നിയമലംഘകർ ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ അപകടകാരികളായ കുറ്റവാളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ DHSന് സാധിക്കുമെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ അമേരിക്കൻ പൗരന്മാർക്കും സെൽഫ് ഡിപ്പോർട്ടേഷൻ ഇമെയിലുകൾ ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിനെക്കുറിച്ച് DHS നൽകുന്ന വിശദീകരണം തങ്ങളുടെ ഡാറ്റയിൽ അമേരിക്കൻ പൗരന്മാരുടെ ഇമെയിൽ അഡ്രസ്സുകളും ഉണ്ടാകാം, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്. ഓരോ കേസും പ്രത്യേകം പരിശോധിക്കുമെന്നും അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവകാശവുമില്ലെന്നും അവരെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും DHS അധികൃതർ വ്യക്തമാക്കി.